കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി നമ്മോടൊപ്പം ഉണ്ട് ഈ സമയത്ത്. ശ്രീ കെ കൃഷ്ണൻകുട്ടി, KSEBയുടെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ചകൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഉപരിതലത്തിൽ നിന്ന് തറയിൽ നിന്ന് എത്ര ദൂരം എന്നുള്ളത് നിഷ്കർഷിച്ചിട്ടുണ്ട് ലൈനിന്റെ കാര്യത്തിൽ. അത് പാലിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, റൂഫിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ദൂരവും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. 1 മീറ്ററിൽ താഴെയായിരുന്നു ഇരുമ്പ് ഷീറ്റുകൾ വിരിച്ചിട്ടുള്ള ആ റൂഫും വൈദ്യുതി ലൈനും തമ്മിലുള്ള അകലം. അപ്പോൾ KSEB പീരിയോഡിക് ഇൻസ്പെക്ഷൻസ് നടത്തുന്നതാണ്. അപ്പോൾ അപകടം നേരത്തെ മനസ്സിലാവേണ്ടതാണ്. എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ളതിൽ കൃത്യമായ വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. 2 ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രാഥമികമായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി KSEBയുടെ ചീഫ് സേഫ്റ്റി കമ്മീഷണറെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെയും പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ നമുക്ക് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ KSEBയുടെ ഭാഗത്തുനിന്നോ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതേപോലെ അത് പോലീസും അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറ്റക്കാരും രക്ഷപ്പെടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സൈക്കിൾ ഷെഡ് പിന്നീടാണല്ലോ നിർമ്മിച്ചത്. അതിനു മുൻപേ അവിടെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. ഈ സൈക്കിൾ ഷെഡ് നിർമ്മിച്ച കാര്യവും KSEBയുടെ ശ്രദ്ധയിൽ വന്നിരുന്നില്ലേ? അങ്ങേക്ക് ഇത് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ അക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ തകര ഷീറ്റ് കൊണ്ടുള്ള ഒരു ഷെഡ് ലൈൻ കമ്പിക്ക് തൊട്ട് താഴെ നിർമ്മിച്ചത്, അതേക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ KSEBയുടെ ഉദ്യോഗസ്ഥർ ഇടപെട്ടിരുന്നോ? അതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് അതിന് മുമ്പ് അവർ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഒരു പെർമിഷൻ കൊടുത്തു. അത് സ്കൂൾ അധികൃതർ മാനേജ്മെൻറ്റ് ബോർഡിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമയം വൈകിച്ചു എന്നാണ് KSEBയുടെ ഭാഗത്ത്. ഏതാ ശരിയെന്നല്ല, സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ട്. ശിവൻകുട്ടി മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പോലീസും അന്വേഷിക്കുന്നുണ്ട്. ഈ 2 ഏജൻസിയും കൂടി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചാൽ എവിടെയാണ് പാളിച്ച വന്നത് അത് നോക്കണം. ആ അമ്മയുടെ സങ്കടം നമുക്കൊന്നും സഹിക്കാൻ വയ്യ. തീർച്ചയായിട്ടും മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വളരെ താഴ്ന്നാണ് ആ ലൈൻ നിൽക്കുന്നത്. അവിടെ ഒരു പോസ്റ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ചേർന്ന KSEBയുടെ സെക്ഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അവിടെ ഇടാനും തീരുമാനിച്ചതാണ്. അത് സ്കൂൾ മാനേജ്മെന്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത മാനേജ്മെന്റ് യോഗത്തിൽ അക്കാര്യം തീരുമാനിക്കാം എന്ന് സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പും നൽകിയതാണ്. പക്ഷേ നമുക്കറിയാം, ആ ലൈൻ അതുവഴി കുറേ കാലമായി പോകുന്നതാണ്. 40 വർഷത്തോളമായി ഉള്ള ലൈനാണ്. ആ ലൈൻ അവിടെ ഉള്ളപ്പോഴാണ് അതിന് താഴെ അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കിയത്. ഷെഡാണെങ്കിൽ പോലും അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് സാധിക്കില്ലല്ലോ. വൈദ്യുതി ലൈനിന് നേരെ കീഴെ ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യവുമല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ വീഴ്ചയുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ വൈദ്യുതി വകുപ്പിനും അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാവില്ലേ സ്വാഭാവികമായും? തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയല്ലേ ആദ്യം പറഞ്ഞത് വൈദ്യുതി വകുപ്പിന് വീഴ്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നത്. ഞങ്ങൾ തന്നെ ആദ്യം പറഞ്ഞത് വീഴ്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ പറഞ്ഞു. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടോ, പഞ്ചായത്തിൽ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഈ സംഭവം ഇതിൻ്റെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇപ്പോൾ വയനാട്ടിൽ ഒരു കുട്ടി ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ച സാഹചര്യത്തിൽ കുറെ കൂടി കാര്യക്ഷമമായി സ്കൂളുകളിൽ പരിശോധന വേണം. ഫിറ്റ്നസ് നൽകുമ്പോൾ ഒരു ക്ലാസ് മുറിയുടെ മൂല പോലും പരിശോധിക്കണം, ഉറപ്പുവരുത്തണം എന്നടക്കം നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് വൈദ്യുതി മന്ത്രി ഇന്നലെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. 100 പോയിന്റ്സ് ആണ്, 100 കാര്യങ്ങൾ പരിശോധിക്കണമെന്ന പട്ടിക തന്നെ സ്കൂളുകൾക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിനെ കുറിച്ച് പ്രത്യേകമായി ഇതിൽ പറയുന്നുണ്ട്, ഈ നിർദ്ദേശത്തിലുണ്ട്, അത് പാടില്ല എന്നത് പറയുന്നുണ്ട് എന്നാണ് വൈദ്യുതി മന്ത്രി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത്. സമാനമായി ഇങ്ങനെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന മറ്റു വിദ്യാലയങ്ങളുണ്ടോ? അത്തരത്തിലൊരു വിപുലമായ പരിശോധനയ്ക്ക് KSEBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇന്നലെ തന്നെ നിർദ്ദേശം നൽകി. ഇതുപോലെ സ്കൂൾ മാത്രമല്ല, എവിടെയൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അടിയന്തരമായ നടപടികൾ. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ സ്കൂളിൽ ഇന്ന് വൈദ്യുതി കട്ട് ചെയ്തൊരു കവേർഡ് കേബിൾ ഇടാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ട് ഇന്നും നാളെയും കൊണ്ടത് കഴിക്കും. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ കേരളത്തിൽ അത് മീഡിയൻ്റെയും കൂടി സഹായം വേണം. എന്താ വെച്ചാൽ അതിൻ്റെ താഴെ മരങ്ങളും കൃഷിയും ചെയ്ത് വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ വാഴ മുട്ടാൻ പോയാൽ വെട്ടിക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൂടി പ്രതിഷേധം പറയും. മീഡിയയും അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മരക്കൊമ്പ് അതിൽ വീഴാനായി നിൽക്കുമ്പോൾ അത് വെട്ടാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപകടം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ വിദ്യാലയങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ നഗരത്തിലാണെങ്കിൽ 5 ലക്ഷം രൂപ പറയൂ. അതെ
അതായത് എല്ലാം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് ഓരോ എഇമാരുടെയും കീഴിൽ എന്തൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഹൗസിംഗ് കോളനികൾ അവയ്ക്ക് സമീപത്തോടുകൂടി ഇപ്പോൾ 2 റോഡ് തിരിയുന്ന ഭാഗമൊക്കെ ആണെങ്കിൽ അവിടെയുള്ള വീടിനോട് ചേർന്ന് 2 വശത്തോടെയും ലൈൻ പോകുന്നത് കാണാം. ഒരുപക്ഷെ ആ ടെറസിൽ നിന്ന് കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു എടുത്താൽ അത് ഈ ലൈൻ കമ്പിയിൽ തട്ടി അപകടമുണ്ടാകുന്ന സ്ഥിതിയിൽ നിരവധി സ്ഥലങ്ങളിൽ അത്തരം കാഴ്ചകളുണ്ട് എല്ലായിടത്തും. അത്തരം ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്യാനാകും? ഇപ്പോൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അവയെ കവർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കേബിൾ ഇടുക, അല്ലെങ്കിൽ ലൈൻ മാറ്റി സ്ഥാപിക്കുക, ഇതിനൊക്കെ ചിലവ് വരും. ചിലവ് വന്നാൽ ഈ കേബിൾ ഇടണമെങ്കിൽ വലിയ ചിലവ് വരും. അത് വന്നാൽ ആര് വഹിക്കും? ഉപഭോക്താവ് തന്നെ വഹിക്കണം. അതുകൊണ്ട് അപ്പോൾ അവിടെ വേറൊരു എതിർപ്പും വരും. നിങ്ങളെല്ലാവരും കൂടി അതിനെ ചാർജ് വർദ്ധിപ്പിച്ചു എന്നും പറയും. ഇതൊക്കെ വസ്തുതയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഒരു മരണം ഉണ്ടാകാതെ കഴിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് KSB. എന്തായാലും ഇനി ഒരു അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. വളരെ നന്ദി വൈദ്യുതി മന്ത്രി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്.